ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആരും പ്രതീക്ഷിക്കാത്തൊരു വെറൈറ്റി രുചിയായിട്ടാണ്. നമുക്കെല്ലാം സുലഭമായി കിട്ടുന്ന ചക്കക്കുരു കൊണ്ടുള്ള അതിരുചികരമായിട്ടുള്ള ലഡുവാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ചക്ക. ചക്ക ഇഷ്ടപ്പെടാത്തവരെ ആരും ഉണ്ടാവില്ല. പക്ഷേ ചക്കയെക്കാളും ഗുണങ്ങൾ ഏറെ അടങ്ങിയിട്ടുള്ളത് ചക്കക്കുരുവിലാണ്. ഇപ്പോൾ ഇത് ചക്കക്കുരു നല്ല പാകത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കരിഞ്ഞു വന്നാണ്ടോ. നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൊലിയെല്ലാം കരിഞ്ഞിട്ട് ചക്കക്കുരു ഒന്ന് മുരിഞ്ഞു വരും. ആ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിൻ്റെ പുറമേയുള്ള വെളുത്ത തൊലി ഉണ്ടല്ലോ, അത് മാത്രമേ കളയാവൂ. ചുവന്ന തൊലി കളയരുത്. അതിലാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനിതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇതാ ചെറിയ ചെറിയ തരികളോടെ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇപ്പോൾ ഇതാ നെയ്യെല്ലാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സിങ്ക്, അയൺ, കാൽസ്യം, ചെമ്പ്, പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങിയ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക ധാതുക്കളും ചക്കക്കുരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതാ തേങ്ങ പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ മതി. ഇനി ഇതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചക്കക്കുരു പൊടിച്ചതുണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നൊരു പാകത്തിൽ കിട്ടണം. പിന്നെ ചർമ്മരോഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും മികച്ചതാണ് ചക്കക്കുരു. കൂടാതെ ഇതിലെ വിറ്റാമിൻ എ ആരോഗ്യമുള്ള മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ എള്ളു കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചക്കക്കുരുവിൽ പ്രോട്ടീനുകളും മറ്റ് മൈക്രോ ന്യൂട്രിയൻറ്റുകളും കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാൽ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മാനസിക നിലയെ ശാന്തമാക്കുവാൻ സഹായിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ മാനസിക സമ്മർദ്ദമുള്ള ആളുകളെ ചക്കക്കുരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചക്കക്കുരു ചേർത്ത് ജ്യൂസ് കുടിക്കുകയും ചെയ്യുന്ന ശീലം പതിവാക്കണമെന്നും പറയുന്നു. ഇപ്പോൾ ഇതാ ചക്കക്കുരു എല്ലാം പാകത്തിന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ഗ്ലാസ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ചെറുതായി ഒന്ന് കുറുകി വരട്ടെ. ഞാനിവിടെ 3 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് നല്ല മധുരം ഉണ്ടാവും. ഇപ്പോൾ ഇത് ശർക്കരപ്പാനി നല്ല പോലെ തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വളരെയേറെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു ലഡു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നല്ല പോലെ പോയിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ചൂടുണ്ട്. ഇനി ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചക്കക്കുരു ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത്. എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ. ഒരു ദിവസം ഈ ഒരു ലഡു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാർഡായിട്ട് വരും. അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചക്കക്കുരു ലഡു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.